നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നീക്കം. കേസ് നടത്തിപ്പിനുള്ള ധനസമാഹരണം ആരംഭിച്ചു. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റാണ് സംഭാവന ക്ഷണിച്ചത്. പൊതുജനങ്ങൾ കൂടി അവൾക്കൊപ്പം ചേരണമെന്നാണ് അഭ്യർത്ഥന. പിന്തുണയുമായി WCCയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. വീണ്ടും ആജ്ഞ, ഇതിപ്പോൾ ഈ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഉള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഈ ധനസമാഹരണം. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് ഈ ധനസമാഹരണം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം, ഒരു ക്രൗഡ് ഫണ്ടിങ് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഒരു നീക്കത്തിലേക്ക്, ഈ സംഭാവന ക്ഷണിക്കുന്ന ഒരു രീതിയിലേക്ക്, നടപടികളിലേക്ക് ഈ ട്രസ്റ്റ് കടന്നിരിക്കുന്നത്? നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു കേസ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയത്ത് അഡ്വക്കേറ്റ് TB മിനി ആയിരുന്നു നടിയുടെ അഡ്വക്കേറ്റായി, അഭിഭാഷകയായി കോടതിയിലുണ്ടായിരുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് പണമൊന്നും വാങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. സുപ്രീം കോടതി ബൃന്ദ ഗ്രോവറാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് വാദിക്കാൻ വരുന്നത്. അവർക്ക് ഫീസ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്, വൻതുക ഫീസ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിന് മാത്രമല്ല, നടിയെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നടിയെ ഈ വിഷയത്തിൽ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. ആ ഒരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് സൊസൈറ്റി ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള QR കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഷെയർ ചെയ്തു വരുന്നത്. നടിയെ പൊതുജനങ്ങൾ കൂടി അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരെ കൊണ്ടാകുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ള കാര്യമാണ് ഇവർ ആഹ്വാനം ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ ദിലീപിനെ കുറ്റവാളിയാക്കിയില്ല, ദിലീപിനെ ശിക്ഷ നൽകാതെ വെറുതെ വിട്ടു, മറ്റുള്ള ആളുകൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഹർജി പോകുക. അതുകൊണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലേക്ക് ഹർജി പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെമ്മറി കാർഡ് ടാമ്പറിംഗ് ആണ് പ്രധാനമായിട്ടും ഈ ട്രസ്റ്റ് സൂചിപ്പിക്കുന്നതും പ്രധാനമായിട്ടും. കാരണം നമുക്കറിയാം, മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് കോടതിയുടെ അണ്ടറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു. 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാര്യങ്ങളായിരുന്നു ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നത്. ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, മറ്റൊന്ന് ശിരസദാർ താജുദ്ദീൻ, മറ്റൊന്ന് ഈ കോടതിയിലെ തന്നെ ഒരു ക്ലർക്ക് മഹേഷ് കുമാർ. ഈ 3 ആളുകളാണ് പലതവണയായിട്ട് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഹാഷ് വാല്യൂ മാറിയത് ആ ഒരു സാഹചര്യത്തിലാണെന്ന് ആയിരുന്നു. ആ സമയത്ത് അത് കോടതിക്ക് വളരെ വ്യക്തമായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നിട്ടും കോടതി അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ല. അതായത് അവരുടെ കൊലീഗ്സിനെ സംരക്ഷിക്കാൻ, സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയില്ല എന്ന് കാണിച്ചുകൊണ്ട് നടി ഹൈക്കോടതിയെ അതിൽ ഉപഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഉപഹർജി ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ മറ്റൊരു ഉപഹർജിക്ക് സാധ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അന്ന് ഉപഹർജി തള്ളുന്നത്. പക്ഷേ തുടർന്ന് അതിന് തുടർ നീക്കങ്ങളിലേക്ക് കോടതിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് വിചാരണ കോടതി ഇതിൽ വേണ്ട വിധത്തിൽ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട് ഇടപെട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും വീണ്ടും ഹർജിയുമായി പോവുക. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി, അതുപോലെ മറ്റ് പ്രതികൾക്ക് മിനിമം ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ള മിനിമം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഈ കേസിൽ നൽകാവുന്ന അത് പരമാവധി ശിക്ഷ എന്നുള്ള തരത്തിലേക്കുമുള്ള ഹർജിയായിരിക്കും പോവുക. സുപ്രീം കോടതി അഭിഭാഷക ബൃന്ദ ഗ്രോവർ ആയിരിക്കും നടിക്ക് വേണ്ടി കേരളത്തിലെത്തുക. എന്തായാലും ആജ്ഞ, വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കമുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ? പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പീൽ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കങ്ങൾ? എന്താണ്? പ്രധാനമായും ആ സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് വേണ്ട വിധത്തിൽ കേസ് കേട്ടില്ല, അതല്ലെങ്കിൽ വാദം കേട്ടില്ല കോടതി എന്നാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണീം വർഗീസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ. ഈ കേസിൽ നടിക്കെതിരെ അനുകൂലമല്ലാത്ത വിധി വന്നിരുന്ന സാഹചര്യത്തിലും ദിലീപിനെ കുറ്റമുക്തനാക്കുന്ന സാഹചര്യത്തിലും വന്നിരുന്ന പ്രോസിക്യൂഷൻ അഭിപ്രായം അത് തന്നെയായിരുന്നു. വേണ്ട വിധത്തിൽ അതല്ലെങ്കിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചില്ല കോടതി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയാണ്
ഹർജിയായി ഹൈക്കോടതിയിലെത്തുന്നതും പ്രധാനമായിട്ടും മെമ്മറി കാർഡ് ടാമ്പറിംഗ്, മറ്റൊന്ന് അതായത് വേണ്ട വിധത്തിൽ തെളിവുകളടക്കം ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജു പൗലോസിനെ വിസ്തരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പറയാനുള്ളത് വ്യക്തമായി കേൾക്കാത്ത നടപടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിയുമായി കോടതിയിലെത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട ഹർജികളാണ് ഹൈക്കോടതിയുടെ മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ടെത്തുക. ഒന്ന്, കുറ്റക്കാർക്ക് മതിയായ ശിക്ഷ നൽകിയിട്ടില്ല, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ അതിനകത്തുണ്ടാകും. മറ്റൊന്ന്, ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി തെളിയിക്കപ്പെട്ടിട്ടും അതിൽ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. നടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ചോർന്നു എന്ന് അവർ തന്നെ അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അത് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് കണ്ടെത്തിയിരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തമായിരുന്ന സാഹചര്യത്തിൽ പോലും അതിലേക്ക് വ്യക്തമായൊരു നടപടിക്രമങ്ങളിലേക്കോ ശിക്ഷാ നടപടിയിലേക്കോ കോടതി പോയില്ല എന്നുള്ളതാണ് വിമർശനാത്മകമായി പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ഈ 2 ഹർജികളായിരിക്കും ഹൈക്കോടതിയിൽ എത്തുക. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നടിക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്, നടിയെ സഹായിക്കുന്ന ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റിന്റെ ഈ ആഹ്വാനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. WCC അത് അവരുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.